ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്നറിയോ? പാണിയേരി പോരുന്നൊരു സ്ഥലത്താണ്. അതെവിടാണെന്നറിയോ? എറണാകുളം ജില്ലയിലെ മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷനിൽ വരുന്നൊരു ഏരിയയാണത്. കംപ്ലീറ്റ്ലി കാടാണ്. ഒരു ദിവസം നമുക്ക് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കണമെന്ന് തോന്നുമ്പോൾ നേരെ ധൈര്യമായിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. പെരുമ്പാവൂരിൽ നിന്ന് 23 കിലോമീറ്ററാണ് പാണിയേലിപ്പോരിലേക്കുള്ള ദൂരം. കാടും കാട്ടരുവിയും കിളികളുടെ ശബ്ദവും ഒക്കെ ആയിട്ട് ഒരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലൻ സ്ഥലം. നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം. വായു. പാണിയേലിപ്പോരിലേക്കുള്ള ഒരു മനോഹരമായ വഴിയിലാണ് ഞാൻ നിൽക്കുന്നത്. നിറച്ചും മരങ്ങളാണ്. കേൾക്കുന്നുണ്ടോ കിളികളുടെയൊക്കെ ശബ്ദം? ഭയങ്കര രസമായിട്ട് വളരെ പീസ്ഫുള്ളായിട്ടൊരു ദിവസം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ അത്രയും വൃത്തിയുള്ളൊരു സാഹചര്യം കൂടിയാണ്. നമ്മളിത് വൃത്തിയാക്കി കൊണ്ടു നടക്കുന്നത് കുറേ ചേച്ചിമാരാണ് കേട്ടോ. ഒരു 6 ചേച്ചിമാരുണ്ട് ഇവിടെ വൃത്തിയാക്കുന്നവർ. പിന്നെ ഒരു 40 സ്റ്റാഫുകളും ഉണ്ട്. അതിലൊരു 34 പേരോളം ഗാർഡാണ്. അതായത് ഇവിടെ ഇനി അവിടേക്ക് പോകും തോറും വെള്ളച്ചാട്ടങ്ങളും ചെറിയ കയങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമുക്ക് ഗൈഡൻസ് തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള ഗാർഡുകളെല്ലാം നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ പാണിയേലിപ്പോരിലേക്കുള്ള ഒരു പ്രവേശന കവാടത്തിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കുന്നത്. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. കാർ പാർക്കിങ്ങിനാണെങ്കിൽ 30 രൂപയാണ് ചാർജുള്ളൂ. വളരെ ചെറിയ പൈസയ്ക്ക് നമ്മളൊരു ദിവസം മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് പാർക്കിംഗ് ഏരിയ. ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. ഇവിടുന്ന് 1 കിലോമീറ്ററോളം നടക്കാനുണ്ട്. ഈ നടക്കുന്നത് മുഴുവൻ കാടിനകത്തേക്കൂടെയാണ്. കാട്ടരുവികളുണ്ട്, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്, ചെറിയ ഏറുമാടങ്ങളുണ്ട്, ഊഞ്ഞാലുകളുണ്ട്. അപ്പം നമുക്കതെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടുന്ന് ഞാൻ പറഞ്ഞല്ലോ 1 കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട്. ആ ഒരു നടപ്പാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നല്ല രസമാണ്. അപ്പുറം ഇപ്പുറം കാട്, കുറച്ച് ആനയൊക്കെ വന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് ഫെൻസിങ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ചേച്ചിയുടെ കടയിൽ നിന്ന് ഒരു ലൈം ജ്യൂസ് കുടിച്ചിട്ട് പോവാം അല്ലേ ചേച്ചി? ഒരു ഉപ്പിട്ട ലൈം ജ്യൂസ്. ചേച്ചിയുടെ വീട് ഇവിടെയാണോ? അതാണോ? ഓ അത് ശരി. ചേച്ചിയുടെ വീട് ഇവിടെ തന്നെയാ. ചേച്ചി മാത്രമേ ഉള്ളൂ? അല്ല, എൻ്റെ പേരക്കുട്ടികളുണ്ട്, ഹസ്ബൻഡുണ്ട്. ചേച്ചി ഇവിടുന്ന് അങ്ങോട്ട് കടകളൊക്കെ ഇല്ലേ? അത് ശരി. ആ പുറകെ കാണുന്നതാണോ വീട്? ഇതാണ് വീട്. ഞങ്ങളിപ്പോ ഇവിടെ താമസിക്കുന്നു. ആരാ ചേച്ചിക്ക് ഹെൽപ്പിനൊക്കെ ഉള്ളത്? ഹെൽപ്പിന് എൻ്റെ പേരക്കുട്ടികളാണ് കൂടുതലായിട്ട്. പിന്നെ ഹസ്ബൻഡും ഉണ്ടാവും. ചേട്ടൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ജോലിയില്ലാത്ത ദിവസം. അപ്പൊ ചേച്ചിയുടെ ഒരു സംരംഭമാണിത്. അതെ. ചേച്ചിയുടെ പേരെന്താ? എൻ്റെ പേര് മല്ലിക, ചേട്ടൻ്റെ പേര് രാജൻ. ഓ, ഈ ഷോപ്പിന്റെ പേര്? അവിടെ ഡ്യൂട്ടിയിലുള്ള ആള്. ഗാർഡാണോ? ഓ അത് ശരി. അപ്പൊ എത്ര വർഷമായി ജോലിക്കായിട്ട്, ഗാർഡായിട്ട്? ഇവിടെ തുടങ്ങിയപ്പോ തൊട്ടുള്ളതാ. ഇവിടെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 20 വർഷമായി. 2005 തുടങ്ങിയതാ. ഓ അത് ശരി. വന്യജീവികളൊക്കെ ഉണ്ടോ? ശരിക്കും ഫെൻസിങ് ഒക്കെ ഇട്ടേക്കണ ആന എപ്പോഴും വരുമോ രാത്രി? ഫെൻസിങ് ഒന്നും ഈ ഇവിടെ ഇട്ടേക്കുന്ന ഫെൻസിങ് ഒന്നും ആനയ്ക്കൊരു വിഷയമല്ല. ആന അതിലേക്ക് മരം മറിച്ചിട്ട് അതിന്റെ കറുത്ത് കളഞ്ഞു കടന്നു വരും.
ഓ, അങ്ങനെയാ. ഇന്നലെ രാത്രി കറണ്ട് പോയതാ? ഇന്നലെ രാത്രിയില്ല, ഇന്നലെ 4:30 കറണ്ട് പോയതാ. ഇതുവരെ വന്നില്ല? ഇതേവരെ വന്നിട്ടില്ല. KCB പറഞ്ഞോ? KCBയിൽ ഇന്നലെ ഞാൻ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, വന്നില്ല. ചേച്ചി ഗൂഗിൾ പേ അല്ലേ? ആ, ഗൂഗിൾ പേ ഉണ്ട്. ആ, ഓക്കെ. ഇത് കണ്ടോ, വനിതാ സൗഹൃദ കേന്ദ്രം. ഇവിടെ ചേഞ്ചിങ് റൂം ഉണ്ട്, ബ്രസ്റ്റ് ഫീഡിങ് റൂം ഉണ്ട്. അതാണ് കാണുന്നത്. ഈ പോരിലിറങ്ങി കുളിച്ച് കഴിയുമ്പം വസ്ത്രങ്ങളൊക്കെ നനയില്ലേ, അപ്പോൾ അത് മാറ്റാനായിട്ട് ഒരു ടോയ്ലറ്റ് സൗകര്യങ്ങളാണ്. പുരുഷന്മാർക്ക് വേറെയുണ്ട്, സ്ത്രീകൾക്ക് വേറെയുണ്ട്. നമ്മൾ ഈ പൊതുവെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, സ്ത്രീകൾക്ക് ഏറ്റവും വലിയ കൺസേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ടോയ്ലറ്റ് സൗകര്യമുണ്ടോ, ഡ്രസ്സ് മാറാനുള്ള സൗകര്യമുണ്ടോ. ഇവിടെ ഈ പോരിലിറങ്ങി കുളിക്കുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഡ്രസ്സ് മാറാനും ടോയ്ലറ്റിൽ പോകാനൊക്കെ സെപ്പറേറ്റ് വൃത്തിയുള്ള ടോയ്ലറ്റ്. അത് ഞാൻ എടുത്തു പറയാണ്, വൃത്തിയുള്ള ടോയ്ലറ്റ്. ഈ പ്രദേശം തന്നെ വൃത്തിയുള്ളൊരു സ്ഥലമാണ്. എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യാനുള്ള കാരണം, ഇവിടേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള കാരണവും ഇവിടുത്തെ വൃത്തി തന്നെയാണ്. നമ്മളൊരു മാലിന്യ വിമുക്ത കേരളം എന്നൊരു കൾച്ചറിനെ കുറിച്ച് പറയുവാണെങ്കിൽ അതിൽ ഒരു എക്സാമ്പിളായിട്ട് കാണിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് പാണിയേലിപ്പോര്. എന്ത് രസമായിട്ടിരിക്കുന്നു അല്ലേ? അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. പക്ഷേ പാണിയേലിപ്പോരെന്ന് ഫുള്ളായിട്ട് പറയാൻ പറ്റില്ല. ഇനി ഇവിടുന്ന് കുറേ ദൂരം നടക്കാനുണ്ട്. നടക്കാമെന്ന് വെച്ചാൽ ഒരു 1/2 കിലോമീറ്ററോടെ, ഏകദേശം ഒരു 1/2 കിലോമീറ്റർ നമ്മൾ നടന്നു. നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇരിക്കാം, കുറേ ഫോട്ടോസ് എടുക്കാം, നല്ല തണൽ, നല്ല കിളികളുടെ ശബ്ദം. ശരിക്കും പ്രകൃതിയോട് ഇണങ്ങി ഒരു ദിവസം നമുക്കിങ്ങനെ സ്പെൻഡ് ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. അവിടെ ഒരു ഏറുമാടമുണ്ട്. ആ ഏറുമാടത്തിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഈ പാണിയേലിപ്പോര് മൊത്തം കാണാമെന്നാണ് പറയുന്നത്. ഇതിനകത്ത് കയറണമെങ്കിൽ അറിയില്ല, നോക്കാം. കയറാൻ പോവാണേ. തിരിച്ചിറങ്ങാൻ പാടാവോ എന്തോ. ഹമ്പ അങ്ങനെ ദാ ഏറുമാടത്തിൻ്റെ മേളിൽ കയറി പറ്റി. വാവ്, കഷ്ടപ്പെട്ടു, എന്നാലും നല്ല രസമുണ്ട്. ഇതിൻ്റെ അകത്ത് നിന്ന് കഴിഞ്ഞാൽ ഫുൾ പാണിയേലിപ്പോരും കാണാം. പക്ഷെ കുറച്ച് മരങ്ങളൊക്കെ വളർന്നുകൊണ്ട് കാണാനൊക്കെ ഇത്തിരി പാടായിപ്പോൾ. നേരത്തെ നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നു. ഞാനൊരു 4 വർഷം മുമ്പ് വരുമ്പോൾ ഇവിടെ നിന്ന് ഫുൾ പോരും കാണുമായിരുന്നു. ശരിക്കും ഈ ഏറുമാടത്തിൻ്റെ കൺസെപ്റ്റ് എന്താണെന്നറിയോ? പണ്ടൊക്കെ ട്രൈബൽസ് വന്യജീവികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മരത്തിൻ്റെ മുകളിൽ ഒരു വീട് പോലത്തെ ഒരു സെറ്റപ്പൊക്കെ ചെയ്ത് രാത്രി കാലങ്ങളിലൊക്കെ കഴിഞ്ഞുകൂടാറുണ്ട്. അങ്ങനെയാണ് ഏറുമാടത്തിൻ്റെ കൺസെപ്റ്റ് വന്നത്. ഇവിടെ ആനയും കുറച്ച് മൃഗങ്ങളൊക്കെ ഉണ്ട്. രാത്രിയൊക്കെ പേടിക്കണം എന്നിവിടെയുള്ള ചേച്ചിമാരൊക്കെ പറഞ്ഞു. രാത്രി ആകുമ്പോൾ ഇതുങ്ങളൊക്കെ ഇറങ്ങും. അതുകൊണ്ട് ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ആ ഒരു കൺസെപ്റ്റിലായിരിക്കാം ചെയ്തിട്ടുള്ളത്. നമുക്ക് പക്ഷേ ഇത് ഇവിടെ കയറി നിന്ന് കാണുമ്പോൾ ഈ പോര് മുഴുവനും കാണാം. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്.
ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ കുളിക്കാനൊക്കെ ഉണ്ടെങ്കിലേ കുറച്ച് സ്ഥലത്ത് അപായ സൂചനകളുണ്ട്. അതുകൊണ്ട് ഇതാ ഡേഞ്ചർ ഓഫ് ഡ്രോണിങ്. ഇവിടെ ചുഴികളുണ്ട്, ചെളിയുണ്ട്. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നില കിട്ടാതെ വരും, മുങ്ങിപ്പോകാൻ സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സ്ഥിരമായിട്ട് 2 ഗാർഡ് ഉണ്ടാവും. ഇവിടുന്ന് ഈ ഒരു വേലിക്ക് അപ്പുറത്തേട്ട് ആരെയും അനുവദിക്കില്ല. അത് കുറേ നാളുകളായിട്ട് അങ്ങനെ തന്നെയാണ്. നല്ല ശബ്ദം കേട്ടോ, നദിയുടെ കളകളാരവം. പെരിയാർ നദിയുടെയാണ് കേട്ടോ. ഇത് കല്ലിൽ തട്ടി ഒഴുകുന്നുള്ള സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കിവിടെ മ്യൂസിക് ഒന്നും വേണ്ട. കുറേ കിളികളുടെ സൗണ്ട് ഇപ്പുറത്തെ സൈഡിൽ വെള്ളത്തിൻ്റെ ശബ്ദം. ഈ ഏപ്രിൽ മാസത്തിലും ഇവിടെ എന്തുമാത്രം വെള്ളമാണെന്ന് നോക്കൂ. അത് തരുന്നൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടല്ലോ. ഈ കാടും അപ്പുറത്തെ ഈ അരുവിയും എല്ലാം കൂടെ വരുമ്പോൾ ഒരു കൂളിംഗ് എഫക്റ്റ്, അത് ഈ ഏപ്രിൽ മാസത്തിലാണെന്നൂടെ വിചാരിക്കണം. അപ്പോൾ ഈ വെക്കേഷൻ കാലത്ത് ഫാമിലിയായിട്ടും കുട്ടികളൊക്കെ ആയിട്ടും വരാൻ പറ്റിയൊരു സ്ഥലമാണ്. നമുക്ക് ഇവിടെ ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ. നമുക്ക് ആ സ്ഥലത്തേക്ക് പോവാം. സത്യം പറഞ്ഞാണ്ടല്ലോ, ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പുറം ലോകം മുഴുവൻ ഡിസ്കണക്റ്റ് ആവും. അത്രയും നമ്മൾ പ്രകൃതിയിലേക്ക് അങ്ങ് എത്തും, അതിലോട്ടങ്ങ് അലിഞ്ഞു ചേരും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, ചിന്തകൾ, സ്ട്രെസ്സ്, ടെൻഷൻ എല്ലാം മറന്ന് നമ്മൾ ഈ മ്യൂസിക് ഇങ്ങനെ ആസ്വദിച്ചിരിക്കും. എത്ര മണിക്കൂർ ഇരുന്നാലും നമുക്ക് മടുക്കേയില്ല. നോക്കൂ, എത്ര രസമായിട്ടാണ് ഈ ശബ്ദം ഇങ്ങനെ നമ്മളെ കൂളാക്കിക്കൊണ്ടിരിക്കുന്നതെന്നറിയാം. കുറേ നേരമായി തന്നെ ഇവിടെ തന്നെ ഇരിക്കുക. ഇവിടം നമുക്ക് പിന്നാലെ വരുന്നവർക്കായി ഇവിടം നമുക്ക് വൃത്തിയായി സൂക്ഷിക്കാം. ഒരു ബോർഡ് കണ്ടോ? വലിച്ചെറിയരുത് മാലിന്യം, വൃത്തികേടാക്കരുത് പരിസരം. ഇത് നമുക്കിവിടെ വരുമ്പോൾ വലിയ ചിലവുകളൊന്നുമില്ല, ചെറിയ ചിലവേ ഉള്ളൂ ഇവിടെ വരാൻ. പക്ഷെ നമ്മളിവിടെ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞാൽ ഇവർ പിഴയായിട്ട് ഈടാക്കുന്നത് 5000 രൂപയാണ്. അത് ഓർമ്മ വേണം. കാട്ടിലിരുന്ന് ഊഞ്ഞാലാടുകയാണ്. ഇത് രസമാണല്ലേ. ഊഞ്ഞാലാടണമെന്ന് തോന്നുമ്പോൾ കാടിനകത്ത് തന്നെ വന്നിരിക്കണം, വീട്ടിൽ പോരാ. നല്ല ഫീലാണ് കേട്ടോ. അപ്പുറത്ത് കളകള ശബ്ദം, ഇപ്പുറത്ത് കിളികളുടെ നാദം. ആഹാ, എന്ത് രസം. അതാ കുറേ മുളകൊണ്ട് കുറച്ച് പാലമൊക്കെ പണിതിട്ടുണ്ട്. ആ പാലത്തിലൂടെ ആട്ടോ കയറി പോകുന്നത്. ഈ പാലത്തിലൂടെ അപ്പുറം ചെന്നിട്ടാണ് പോര് കാണുന്നത്. ശരിക്കും ഇത് പോരിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. പോര് നമുക്ക് അവിടേക്ക് അങ്ങോട്ട് പോകുമ്പോഴാണ് പോരുള്ളത്. വരും. കുറേ പാറകളാണ്. പാറകളുടെ ഇടയിലൊക്കെ ചെറിയ ചെറിയ അള്ളുകളുണ്ട് കേട്ടോ. സൂക്ഷിച്ചൊക്കെ നടന്നില്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ പോകാനുള്ള സാധ്യതയുണ്ട്, കാല് മുറിയാനുമുള്ള സാധ്യതയുണ്ട്. കണ്ടോ, ഒരു പാറയിൽ നിന്ന് മറ്റൊരു പാറയിലേക്ക് കണക്ട് ചെയ്യാനുള്ള പാലമാണ് ഈ ബാമ്പു കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന പാലം. ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് ഭയങ്കര പ്യുവറാണ്. എടമലയാറെന്നും ചെറുതോണിന്നും ഒക്കെ ഭൂതത്താങ്കെട്ട് വഴി, ഫോറസ്റ്റ് വഴി മാത്രം സഞ്ചരിച്ചു വരുന്ന വെള്ളമാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ യാതൊരു ഇടപെടലും ഇല്ല. അത്രയും പ്യുവറായിട്ടുള്ള വാട്ടറാണ്. നമുക്ക് ഇവിടെയുള്ളവർ പറയുമായിരുന്നു അവർ ഈ വെള്ളമാണ് കുടിക്കുന്നത്.
അത്രയും പ്യൂർ ആയിട്ടുള്ള ഒരു മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വാട്ടർ പോലെയാണ് ഇവിടുത്തെ ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ആളുകൾ ഇവിടെ വന്ന് കുളിക്കുന്നതും ഈ വെള്ളത്തിലിറങ്ങി ഇത്രയും മണിക്കൂറുകളൊക്കെ കിടക്കുന്നതും ശരീരത്തിനും മനസ്സിനും ഒക്കെ ഭയങ്കര കൂളിംഗ് ആണെന്നാണ് പറയുന്നത്. കൊച്ചിയിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ, 1 മണിക്കൂർ ദൂരം, അത്രയേ ഉള്ളൂ പാണിയേലിപ്പോരിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ഒരു നല്ല സേവ് ദ ഡേറ്റ് അല്ലെങ്കിൽ ഒരു ഫോട്ടോഷൂട്ട്, ഒരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് പാണിയേലിപ്പോർ. ഫൈനലി നമ്മൾ ദാ പാണിയേലിപ്പോരെത്തി. ഇതാണ് പാണിയേലിപ്പോര്. ഇത്രയും മനോഹരമായൊരു സ്ഥലം എറണാകുളം ജില്ലയിൽ കാണാത്തവർ വന്ന് കാണണം കേട്ടോ. നോക്കൂ, പാറയിടക്കുകളാണ് മുഴുവനും. ഇവിടെ സൂക്ഷിച്ചൊക്കെ നടക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ചെറിയ ചെറിയ അള്ളുകളുണ്ട്. ചെറിയ ചെറിയ അള്ളുകൾ എന്ന് പറഞ്ഞാൽ ഈ വെള്ളം വന്ന് കല്ല് വന്ന് വെള്ളത്തിനോടൊപ്പം വന്ന് ഉരഞ്ഞ് ചെറിയ ചെറിയ കുഴികളാവുന്നതാണ് ഈ അള്ളെന്ന് പറയുന്നത്. അതിന് ഓരോ നാട്ടിലും പ്രത്യേക വാക്കുകളായിരിക്കും ഉപയോഗിക്കുന്നത്. ഇവിടെ അങ്ങനെയാണ് പറയുന്നത്, കയം, ചെറിയ കയം. അപ്പോൾ അതിലൊന്നും കാല് പോവാതെ സൂക്ഷിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പേസാണ്. ഫ്രണ്ട്സിനും ഫാമിലിക്കും കപ്പിൾസിനും ഒക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ദാ അതിൻ്റെ മനോഹാരിതയിലേക്ക് വയ്ക്കും. അപ്പോൾ ഈ ഒരു വെക്കേഷൻ കാലത്ത് എല്ലാവരെയും പാണിയേലിപ്പോരിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ പീസ്ഫുൾ ആയിട്ടിരിക്കാം, അധികം തിരക്കുകളൊന്നുമില്ലാത്ത. എനിക്ക് തോന്നുന്ന ആളുകളൊക്കെ അറിഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ ഇങ്ങനെയൊരു സ്പോട്ടിനെ കുറിച്ച്. അപ്പോൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ഒരു ഫുൾ ഡേ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. എല്ലാവരെയും ഈ വെക്കേഷൻ ടൈമിലേക്ക് പാണിയേലിപ്പോരിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി.